ഇങ്ങോട്ട് വരുവാ. ഇവിടെ വരുവാണോ? ഇങ്ങോട്ട് വരുവാ. ആണോ? ആരാ അത്? ഒരു സഞ്ചിയൊക്കെ എടുത്തു. സഞ്ചിക്ക് എടുത്താ? ആരാ വരുന്നത്? ആരാ വരുന്നത്? എനിക്കറിയാവും. അതിവിടെ കാണാം. അറിയിച്ചില്ലേ അമ്മ? രണ്ടുപേരുണ്ട്. ആ തിരുവഞ്ചൂരില്ലേ? കണ്ണോപ്പറേഷൻ കഴിഞ്ഞിരിക്കുവായിരുന്നു. ആണോ? ആ ആ ആ. എന്നാ തിമിരത്തിൻ്റെ അതോ? ചെല്ല് പോയി. ചേട്ടൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നേ. ഞാനിത് എപ്പോഴും പറയും ചേട്ടാ നമുക്ക് അമ്മച്ചി അത് കാണാൻ പോകുമ്പോ ഇത് ഓമല്ലൂരാണ്. ഓമല്ലൂരിന്റെ ബോർഡറാ ശരിക്കും. വല്ലപ്പോഴേ എന്തായാലും ഒന്ന് കാണാൻ അത്രേ പറ്റുമോ. പള്ളി പോയായിരുന്നു ഇന്നാളെ? പള്ളി പോയോ? ഏതാ ഇന്നാള് ചട്ടയും മുണ്ടോക്കിയിട്ട് ഇന്നലെ പോയി. ഇന്ന് പോയി. ജോമോളെ കാണിക്കാനായിട്ട് ഞങ്ങളുടെ ഒരു വലിയ ഫ്രണ്ട് ഉണ്ട്, ഡോക്ടറാണേ. ഡോക്ടറുടെ വൈഫ് ഇതുപോലെ തന്നെയാ വർത്തമാനവും എല്ലാം. അപ്പൊ ഞാൻ എപ്പോഴും പ്രീതിയോട് പറയും, പ്രീതി നമുക്ക് ഒരു ദിവസം അവിടെ പോകാമെന്നൊക്കെ പറയണം. ഡോക്ടറോട് ഞാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ മിണ്ടാതെയാ പോകുന്നത്. 4 മണിക്ക് ക്ലീൻ ചെയ്യും. 8 മണിക്ക്. ഞാൻ ആർട്ടിസ്റ്റാ, കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റാ, ഗ്രാഫിക് ഡിസൈനിങ് ഇതാണ്. കുറുപ്പന്ത്ര ഉണ്ട്. ഒരു വാട്സാപ്പിലുണ്ട്, രണ്ടുപേര് അഡ്രസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ആ ചാനലിൽ കയറി നോക്കിയാൽ ചാനലുണ്ട്, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചു. പിന്നെ നമ്മൾ 8 കൊടുത്ത് പലർക്കും ഇതാകുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതിനെ തന്നെ ഇട്ടു. അമ്മയെ കാണാൻ വന്നതല്ലേ. ഇങ്ങോട്ട് വന്ന കാര്യം ജോമോൾ എന്ത് കാര്യമായിട്ട് അമ്മയെ നോക്കുന്നത്. അമ്മേനെ കാണാൻ വന്നാ. ഈ പുള്ളിയുടെ അമ്മ ഇതുപോലെ തന്നെയായിരുന്നു. ഭയങ്കര കാണിക്കും. ഇഷ്ടാണോ? നമുക്കറിയാം വലിയ അനുഗ്രഹാ. ഒരു ദോഷവും വരികയില്ല. ആത്മഭാരൊക്കെ പുള്ളി വരണ ഞാൻ ഇത്ര കാര്യമായിട്ട് നോക്കുന്നത്. എന്റെ കുറിപ്പൊന്നുമല്ല. സ്വന്തം മക്കൾക്ക് സ്നേഹം വേണ്ടത്. മരുമക്കൾ അത് കണ്ടിട്ടല്ലേ ചെയ്യുന്നത്. മക്കൾക്ക് സ്നേഹം വേണം. മക്കൾക്ക് ഇന്നത്തെ കാലത്ത് സ്നേഹമൊന്നും ഇല്ല. തിങ്കളാഴ്ച രാവിലെ പോണം 4:30 വണ്ടിക്ക്. കണ്ണോപ്പറേഷൻ എവിടെയായിരുന്നു? സെഞ്ചുറി. ആ അല്ലേ, സെഞ്ചുറി ഇവിടെ കോട്ടയത്തല്ലായിരുന്നു. തിരുവഞ്ചൂര്. കോട്ടയം. തിരുവഞ്ചൂർ എന്ന് പറയും സ്ഥലത്തിന്റെ പേര്. പത്തനംതിട്ട. തിരുവഞ്ചൂർ, കോട്ടയം. കോട്ടയം തന്നെ. ഇത് ഓമല്ലൂക്കരയാണ്. അവിടെ ഒരു ഓമല്ലൂരില്ലേ? അത് പത്തനംതിട്ട. അത് താലൂക്കല്ലേ? താലൂക്കാണ് അത്. അത് ഫേമസ് ആണെന്നേ ഉള്ളൂ. ഇത് ഓമല്ലൂക്കര എന്ന് പറഞ്ഞാൽ ഇത് കുറുപ്പന്തറങ്ങ് അപ്പുറം വരെ ഓമല്ലൂക്കരയാ. പഴയ ഓമല്ലൂക്കര കിടക്കുന്ന അവിടെ പറമ്പുറാങ്ങ് അപ്പുറം വരെ കിടക്കുന്ന. വിളിക്കാറുണ്ട്, വരുവാന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ചിലപ്പം പറയും എവിടെയെങ്കിലും പോവാണെങ്കിൽ അവിടെ പോവാന്നൊക്കെ പറയുന്നുണ്ട്. വരാത്ത 2-3 പേരൊക്കെ വന്നു. പിള്ളേർ ഇവിടെ ഇല്ല. ഇപ്പൊ പിള്ളേർ ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ. നിങ്ങൾ വരുന്ന തൊട്ട് മുമ്പ് പിള്ളേരൊക്കെ ഇറങ്ങി സ്കൂട്ടറിലൊക്കെ പോയത്. അവരെ കൊണ്ടുപോയോ? ഇല്ല, ഒരു മോളേ ഉള്ളൂ. ഒരു മോളെ മോള് ബാംഗ്ലൂരാ. അവള് ജേർണലിസ്റ്റാ, ഒരു ഭർത്താവ് എഞ്ചിനീയറാ. അവര് പിന്നെ 2 പിള്ളേർ ജോലിയുണ്ട്. വീട്ടിൽ ഞങ്ങൾ 2 പേരും. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അവര് ബാംഗ്ലൂരിൽ. നിങ്ങൾക്ക് ജോലിയില്ലേ? എനിക്കുണ്ട്. പുള്ളിക്കുണ്ട്. ഇതിന് പോയെന്നാൽ ജോലിക്ക് പോകാൻ പറ്റുമോ? ശനിയാഴ്ച ശനിയാഴ്ച ഉച്ച
ശനിയാഴ്ചയല്ലേ? ഇല്ല, ഇന്ന് ഇത് ശനിയാഴ്ചയാ. ആഴ്ചയിൽ ഒരു ദിവസം അവധിയാണ്. ആ ശനി ഞായറും അവധിയാ. അത് ശരി. ചേട്ടനും ബാങ്കിനെ ഒരു വാസുദേവൻ. വാസ്തവ ചേച്ചി വീട് എവിടെയാ? ഓമന വീട് കോട്ടയം കോട്ടയം. കോട്ടയത്താണ്. ഏതാ? ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി. ആ സുഖമൊക്കെയാണോ? തിരുവഞ്ചൂർ ടൗണിൽ തന്നെയാണോ അതോ ബൈപ്പാസ് റൂട്ടാ? ബൈപ്പാസ് ഒരു 2 കിലോമീറ്റർ 1 കിലോമീറ്റർ താഴോട്ട് അതോട്ടാണ് നമ്മുടെ കോട്ടയം ടൗണിലോട്ട് പോകണം അങ്ങോട്ട് തിരിയുന്നോ അതോ ഒരു കുരിശോടി ആ കുരിശോലി ഇരിക്കുന്നത്? അതിനകത്ത് കയറിപ്പോണം അല്ലേ? അതാ പോകും. ഒന്നും അറിയത്തില്ല. എനിക്ക് അമ്മച്ചിയെ കണ്ട വില്ലേജ് ഓഫീസിന്റെ അവിടെയാ. ഞാനിത് പറയുന്നുണ്ട് കുറുപ്പന്തറ ഓഫീസുണ്ട്. നീ വഴിയൊക്കെ ഇങ്ങനെ കിട്ടിയത് അല്ല, ശ്രീരാമപുരം പള്ളി മഠം എന്നൊക്കെ പറയുന്ന മഠം കണ്ടപ്പോ ഞാൻ മനസ്സിലാ ഇതിന്റെ അടുത്തായില്ല. ഇപ്പൊ അവിടെ അതിനകത്ത് പറയാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഈ വണ്ടി കിടക്കുന്നുണ്ട്. ഞാൻ കാണുന്ന ആളാണ്. കണ്ടിട്ട് അവിടെ നിർത്തുന്നു. ആ വണ്ടി കണ്ടു. പിന്നെ ഓട്ടോ ഉണ്ട്, പട്ടിയുണ്ട്, പട്ടി വരയ്ക്കുന്നു. അപ്പൊ അമ്മച്ചി വാതക നിൽക്കുന്നുണ്ടോ നോക്കി. കാരണന്മാരൊക്കെ എല്ലാവരും ഇവിടെയുണ്ടോ? കാരണം ആരും എല്ലാരും പോയി. അതെന്നല്ല കാരണത്തി കാണാൻ വന്നേ. ഒരിക്കലും ഇല്ലേ? ആരും ഇല്ല. ഇല്ല, എല്ലാരും മരിച്ചു പോയി. ചേട്ടന്മാരുണ്ടോ? ആ ചേട്ടന്മാരുണ്ട്. അനിയന്മാരല്ല ചേട്ടന്മാര്. അപ്പൊ അവരുടെ കൂടെ കാരണന്മാരില്ലേ? ഇല്ല കാരണന്മാര് മരിച്ചുപോയി. കാരണന്മാരെല്ലാം മരിച്ചുപോയി. മരിച്ചുപോയി. ആ അച്ഛനമ്മ കഷ്ടമായി പോയി. എല്ലാരും ഇല്ലല്ലോ. അവര് ബാക്കിയുള്ളവരാണ്. ആദ്യം ശല്യം കൊണ്ടാൽ അവർ നേരത്തെ സ്ഥലം കിട്ടും. എന്റെ മോനൊരു യൂട്യൂബ് ചാനലുണ്ട്. ആണോ? ആനയാ. ആ ആനടാ. ഉത്സവ കേരളം എന്നുണ്ട്. ഉത്സവകാരല്ലേ? പക്ഷേ സൈഡ് ബിസിനസ് ആയിട്ട് ഇപ്പൊ എനിക്ക് ഒത്തിരിയുണ്ടോ പാടാം? എനിക്ക് ഒരെണ്ണം ഉണ്ട്. ഞാൻ സ്നേക്ക് റെസ്ക്യൂ ഉണ്ട്. എളുപ്പമുണ്ട്. പോകും വരുമൊക്കെ. ഈ വഴി അങ്ങോട്ട് പോയാൽ കുറുപ്പന്തറ. കുറുപ്പന്തറ ആ പുളന്തറ ചെല്ലും. കുറുപ്പന്തറ. ആ അപ്പൊ നമ്മൾ കേക്ക് വേണ്ട അമ്മച്ചി. കൊണ്ടിറക്കി അങ്ങോട്ട് പോകും. കഴിഞ്ഞു പോകും. കോന്നല്ലൂര് നമ്മള് നിങ്ങൾ ഇങ്ങനെ ഇതിലല്ലേ വന്നേ? അവിടുന്ന് വന്നപ്പോ ഒരു ഇവിടെ ഇങ്ങനെ കയറിയപ്പോഴത്തേനും ഒരു ഇടത്തോട്ടൊരു വഴി കിടക്കുന്നുണ്ട്. ആ വഴി കോന്നല്ലൂർ. ചക്കയൊക്കെ എടുക്കുന്നുണ്ട്. ഞാനിത് പുതിയ അവർക്ക് ചക്ക വന്നിട്ട് ഞങ്ങളവിടെ എന്റെ വീട് അവിടെയാ. അവിടെ തന്നെയാ വീട്. ഇന്നിവിടെ ചക്ക വെട്ടി. ചക്ക വെട്ടി നാളത്തേക്ക് വേണ്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. പക്ഷെ അതിനകത്ത് ഈ പൊട്ടച്ചോയാ. ചക്ക കിട്ടുന്നു. അവർക്ക് ഇഷ്ടംപോലെ ചക്ക ഇവിടെ ഉണ്ടായാൽ ആയി വരുന്നുണ്ട്. സ്ഥലമുണ്ട്. പക്ഷെ നമുക്ക് ചക്കയൊന്നും ആയിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു പ്ലാവേല് പങ്ങ് ഒരു പറമ്പുണ്ട്, കുറച്ച് പറമ്പുണ്ട്. അവിടെ ഒരു ചെറിയൊരു പ്ലാവേൽ ഉണ്ടായതാ. ഇവിടെ ആയിട്ടില്ല. അടുത്ത മാസം വെള്ളപ്പൊക്കത്തിന് വലിയ വെള്ളപ്പൊക്കത്തിനൊക്കെ വെള്ളം കയറി. വീട്ടിനകത്ത് ആദ്യമായിട്ടാണ് വെള്ളം കയറി. പറ്റിയല്ല. ചുമയൊക്കെ കുറഞ്ഞോ? ചുമയൊക്കെ കുറഞ്ഞോ? ചുമയാ? അതങ്ങനെയൊക്കെ ഉള്ള കാലാവസ്ഥ അനുസരിച്ച്. അത് ഇപ്പം വീട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടോ? ഏത് വീട്ടിന്ന്? ഇതല്ലേ അമ്മയുടെ വീട്? ഇത് വീടല്ല, ഇത് ജോലി ചെയ്യുന്ന ആര്? പിള്ളേര്. അയ്യോ, ഇതാരാ? ഇത് മകനാ. ഇതാരാ? അത് മകളാ. പിന്നെ എങ്ങനെയാ ജോലി ചെയ്യുന്നതാ? അത് ഞങ്ങളൊക്കെ ഇവിടെ താമസിക്കുകയല്ലേ. എന്റെ അമ്മ ഉണ്ടാകുന്ന വയ്യാറാകുമ്പോഴത്തേക്ക് ഇവിടെ പറയും പൊക്കോളാൻ പറയും. പക്ഷെ ഈ അമ്മയ്ക്ക് നല്ല ഭയങ്കര സ്നേഹമാണ്. ചേട്ടൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയും, പേരൊക്കെ വിളിച്ചാ പറയുന്നത്, അമ്മനെ ജോലിയൊക്കെ കഴിഞ്ഞെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി പ്രായമായി ചെറുത്തുണ്ട് ചിത്തപ്പേര് കേൾപ്പിക്കില്ലേ? അപ്പൊ നിന്റെ വീട്ടിൽ നിന്നെ വിട്ടിരിക്കുവാണോ? രക്ഷപ്പെട്ട അത്രയും നല്ലതാണല്ലോ ഓർത്ത് വിട്ടിരിക്കുകയാണെന്നൊക്കെ പറയും. എൻ്റെ പേര് ഒരു വീട്ടിലാണോ? ഞാനോ? ഭാര്യ ഭാര്യ. ആണോ? എന്നെ കണ്ടിട്ട് അമ്മയാണെന്ന് തോന്നുന്നു. എന്നെ കണ്ടിട്ട് ചേച്ചി ഞാൻ അമ്മയല്ലേ? ആ കുഴപ്പമില്ല. അമ്മ എന്താണ് ചോദിച്ചത്? പ്രായത്തിന്റെ അമ്മ തള്ള പ്രായമൊക്കെ ഉണ്ട്. ഞങ്ങൾ അമ്മൂമ്മയും അപ്പൂപ്പനും. ഇങ്ങനെ കാരണവന്മാരിങ്ങനെ മക്കളുടെ കൂടെ പോകുന്നു. അവിടെ ചെല്ലുമ്പോ ഓരോ മക്കളുടെ അവിടെ വരുന്നോ? എന്റെ കൂടെ വരുന്നോ? അവരോരോ ചോദിക്കുക. അന്നേരം നമ്മളതൊക്കെ പറയാം. എന്നോട് വീട്ടിൽ വരുന്നോ? എന്റെ വീട്ടിൽ വരുന്നോ? എന്റെ കൂടെ വരുന്നോ? കൂടെ വരുമെന്നോ? അയ്യോ, അതൊന്നും പറ്റിയ. അതെന്നാ? ഞാനെല്ലാം പോക്കില്ല. പ്രായമായി. ഓക്കെ ആയാലും
എങ്ങും പോകാൻ പറ്റും. തന്നെയല്ലേ ഞങ്ങൾ കാറെ കൊണ്ടുപോവാം. കാറെ കൊണ്ടുപോവാം. കാറൊന്നും വേണ്ട. നടന്നണോ? എവിടെയെങ്കിലും പോയി പള്ളിയിൽ പോകില്ലേ? 6 വർഷമായി സ്ട്രോക്ക് വന്നില്ലേ? സ്ട്രോക്ക് വന്നേ പിന്നെ പള്ളിയിൽ സ്ട്രോക്ക് വന്ന ഓർമ്മ പോയത്. 6 വർഷമായി. മാർച്ച് ആകുമ്പോ 6 വർഷം പൂർത്തിയാവും. അങ്ങനെ ഓർമ്മ പോയതാ. അമ്മേ രാത്രിയൊക്കെ ഉണ്ടാവും. ഇല്ലില്ല ഇല്ലേ? ഇല്ല എല്ലാരും മരിച്ചു പോയി. അതുകൊണ്ടല്ലേ ഈ അമ്മയെ കാണാൻ വന്നത്. എൻ്റെ അമ്മ 95 മരിച്ചു. എന്റെ അമ്മ ഇതുപോലെ തന്നെയാണ്. ഉണ്ടോ? എന്റെ അമ്മ ഇല്ല, അച്ഛനും ഇല്ല. ഉണ്ടോ? ഇല്ല ഇല്ല. ഇല്ലേ? രണ്ടുപേർക്കും ഇല്ല. 2 പേരേ ഇല്ല. ഇത് കാരണം ശല്യമില്ലല്ലോ. അയ്യോ, ഞാൻ ഇവിടെ വെച്ചോണ്ട് ഈ വീഡിയോ കാണുമ്പോ എന്നോട് പറയേ, ആ തള്ളേനെ ആ മക്കൾ എത്ര കാര്യമായിട്ടാ നോക്കുന്നത്. അമ്മ അതൊന്നും അറിയത്തില്ല. അതിനെ നോക്കാൻ എന്ത് പാടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എലിക്കുട്ടി അത് അങ്ങനെ പറയുവേ. ഞാനൊന്നും അല്ലെന്ന്. എന്നും വരുന്നുണ്ടല്ലോ ആ തള്ളേന്ന് ഇവിടെ ഇരുന്ന് പറയും കാണുമ്പോ. TV കാണൂല്ലേ? ഇതൊന്നും കാണുമല്ലേ? ഇവിടെ നിന്ന് കിടന്ന് ചില സമയത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഫുൾ ടൈം ഒന്നും കാണില്ല. നേരത്തെ ആദ്യ സമയത്ത് കുർബാനയൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നേ, പള്ളിയിൽ പോകാതെ വന്നപ്പോഴേ. അതുണ്ട്, അല്ലെ ഇത് വെച്ച് കൊടുക്കുമായിരുന്നു TV ക്കകത്ത്. അപ്പോൾ അത് ആദ്യമൊക്കെ കാണുമായിരുന്നു. പിന്നെ ആകുമ്പം ഏരിയയിൽ പോകാൻ തുടങ്ങി. ഇതൊക്കെ ഇവിടെയൊക്കെ പഠിച്ച് ജോലിയൊക്കെ ആയത്. അതല്ലേ? അതെ. ഇത് മകൻ പേരെന്നാ? പേര് യോമൻ. മൂത്ത മോന്റെ പേരെന്നാ? മൂത്ത മോന്റെ മൂത്ത മകൻ്റെ പേര് എല്ലാം എന്നാ അമ്മ പറ. ജോസഫോ? ജോസഫ് എന്ന് പേര്. വീട്ടിൽ വിളിക്കുന്ന പേരനാ? വീട്ടിൽ വിളിക്കുന്ന പേരനാ? അതെ. മൂത്ത ചേട്ടായിനെ? ചേട്ടായിയുടെയൊക്കെ പേര്. ചേട്ടായി ജോസഫ് എന്ന ഒഫീഷ്യൽ നെയിം അല്ലേ? എന്താ? ചേട്ടായുടെ യഥാർത്ഥ പേര് ആണ് ജോസഫ്. ചേട്ടായിയുടെ ജോസഫ് എന്നാ. നമ്മൾ വീട്ടിൽ വിളിക്കുന്നത് ടോമി. സാബുവിൻ്റെ സിറിയക്ക്. അത് നിന്റെ പേരല്ലേ? എൻ്റെ പേരാണ്. നിന്റെ പോലെ എൻ്റെ പേര് ശ്രീയൊക്കെ അല്ല. പിന്നെ എനിക്ക് ജോമോൻ എന്നൊരു പേരേ ഉള്ളൂ. അവർക്കൊക്കെ ഇരട്ടപ്പേരുള്ള. യോമോൻ എനിക്ക് എല്ലാവരുടെയും പേരെന്താ? യോമോൻ. സാവോ? സാവോ ഇവിടെയുണ്ട്. ഇവിടെ ഉണ്ടാകുന്നല്ലോ. അതിൻ്റെ കാട്ടോട്ട് മാറി പറഞ്ഞ് വീട്ടിലോട്ട് പോയെന്ന് പറയും. പോകണ്ടേ? എവിടെ? എവിടെ പോവാനാ? ഇവരുടെ കൂടെയാണോ? വീട്ടിലോട്ട് പോകണ്ടേ? വീട് ഇനിയത് വീട്ടിൽ പോനാ? നമ്മുടെ വീടിതല്ലേ? നമ്മുടെ വീടിതാ. വീടാന്നിരിക്കറിയാം. നമ്മുടെ വീടിതാ. വേറെ ഏതാ വീട് നമുക്ക് അറിയത്താ പോണത്? ഇനി അമ്മയ്ക്ക് എന്നും വീട്ടിൽ പോകാൻ ഉച്ചയാകുമ്പോൾ രണ്ടാമത് വീട്ടിൽ പോകാം. ഞാൻ പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് വീടുണ്ട്. അവിടെ കൊണ്ട് നടന്നപ്പോൾ കിട്ടും. പിന്നെ പൊന്നാണ്ട് വിശേഷം എന്നൊക്കെ പറയാനും തന്നെ തിരിച്ചു വരും. അന്നേരത്തിന് മറന്നുപോയി. ഇവിടെ നേരത്തെ സാവിൻ്റെ അങ്ങോട്ട് പോകുമായിരുന്നു. പിന്നെ അങ്ങോട്ട് അങ്ങ് മറന്നുപോയി. ആണ് ഇവരെല്ലാരും നോക്കുന്നുണ്ടല്ലോ. ചേച്ചി ഞാൻ ഏൽപ്പിച്ചിട്ടാന്നേ പോയേ. പക്ഷെ അവിടെ നിൽക്കൂന്ന് ഓർത്താ ഞാൻ ഓർത്തില്ല. ഇവര് പിന്നെ കൊച്ചുണ്ടായിരുന്നു, അവധിയായിരുന്നു. അതുകൊണ്ട് പിന്നെ സാരമില്ലായിരുന്നു. ചക്ക വെട്ടുന്നപ്പോ എന്റെ വീട്ടില് ചക്ക നട്ടിട്ടുണ്ട്. എന്റെ ബ്രദർ തൊട്ടെടുക്കാം. ബ്രദർ ഇവിടെ ഇല്ല. ബ്രദർ സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പൊ അവര് കുഞ്ഞു പ്ലാവേൽ കുറെ ചക്ക ഉണ്ട്. ഇന്നും ഞാൻ പറയുമ്പോൾ ചക്ക അത്രയും വേണ്ട. വേറെ ഒന്നുമില്ല. ഇതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ BP നേരത്തെ ലോ ആയിരുന്നു. അതുകൊണ്ട് ചോദിച്ചിട്ട് ഷുഗറുണ്ടോ? എല്ലാം ഉണ്ടോ? അമ്മയുടെ മകളെ ഇവിടെ ഇല്ലാതല്ലോ. എവിടെയാ? ഞാനിവിടെ വരുമ്പോ ഇവിടെ ഇല്ലാതല്ലോ. ഇവിടെ വരുമ്പോഴേ അവിടെ വീട്ടിലായിരിക്കും. കൊച്ചുമോളെ പഠിക്കാൻ
വിവീന എവിടെയാ? വിവീന വിവീനായ വിവീനായ അതിനകത്തുണ്ട് പഴമുണ്ട്. വിവീന അവിടെ വീട്ടിലോട്ട് പോയി. ഇവിടെ അടുത്ത വീടൊക്കെ. ആണോ? ആര്? അടുത്തോടെ വിവീന ആരുടെ വീട്ടില്? ഇതല്ലേ വീട്? എന്തൊരു വീടാണ് വേറെ ഒരാൾക്ക്. ആരുടെ വീടാണ്? ഇതോ ഇപ്പൊ നമുക്ക് നടക്കൊക്കെ ചെയ്യാം. ആർക്ക് അതൊക്കെ പോകാം. മതിയാവട്ടെ നമ്മുടെ ചുമയുണ്ടേ ആണല്ലേ? ആ തണുപ്പ്. വീട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ വേറെ റൂം എടുത്തിരുന്നോ? ഇല്ല ഇത് മതി നിർബന്ധിച്ചിട്ടാ ഇത് താമസിക്കണ എവിടെയാ? കോട്ടയത്താ? തിരുവഞ്ചൂര് അമ്മ കേട്ടിട്ടുണ്ടോ? കോട്ടയത്തോ? പാറമ്പുഴ ഉണ്ട്. തിരുവഞ്ചൂർ പാറമ്പുഴ രാധാകൃഷ്ണൻ പാറമ്പുഴ ഇല്ലേ? പാറമ്പുഴ. ആറന്മുള. ആ. അതെവിടെയാ? പാറമ്പുഴ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ട്. 12 കിലോമീറ്റർ ഉണ്ട്. അല്ല അതിന്റെ പേരെന്നാ? ഏറ്റുമാനൂരിന് അപ്പുറമാണ്. അവിടെയാണ്. ഞാൻ കോട്ടയത്തോളം എന്തായാലും രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ഇവിടെ എവിടെ? എനിക്ക് അടുത്ത് തന്നെയാ. ആ. ഇടിമറ്റം ജോലിയുണ്ടോ? ജോലി കാണാം. ഇവിടെ കാണുന്നുണ്ടല്ലോ. ആ. ജോലിയുണ്ടോ? ഉണ്ട്. ഗവൺമെന്റ് ജോലിയാ? ഗവൺമെന്റ് അല്ല, പ്രൈവറ്റാ. അമ്മയ്ക്കെല്ലാം നമ്മുടെ മക്കൾ രണ്ടുപേരും ഗവൺമെന്റ് ജോലിക്കാരായോണ്ടേ സാബു മെഡിക്കൽ കോളേജിലല്ലേ? ആവും സാബു എവിടെയാ ജോലി ചെയ്യുന്നത്? സാബു ഞങ്ങളുടെയോ? അമ്മയുടെ പ്രിയപുത്രൻ സാബു. അവനാ സാബു എവിടെയാ ജോലി ചെയ്യുന്നത്? ജോലി ചെയ്യുമ്പോ അവരിപ്പോ ജോലിക്കാൻ പുറത്തോട്ട് പോണില്ലല്ലോ. മെഡിക്കൽ കോളേജിലല്ലേ? റിട്ടയറായി. കുറച്ച് നാൾ ചെയ്തു ജോലിക്ക് ആര്? പോയി. ആര്? അതവര് ഇവിടെ പഠിച്ചു ജോലി ഗവൺമെന്റ് ജോലിയല്ലേ? ഉം. ഗവൺമെന്റ് ജോലി ആയിട്ട് രണ്ടു കൂടുവാൻ ഫോട്ടോ എടുത്ത് കളഞ്ഞപ്പോൾ പോയി. പഠിച്ച് ജയിച്ചൊക്കെ നിൽക്കുവായി. അമ്മ മരിച്ചത് അവൾ പഠിച്ച് ജയിച്ചൊക്കെ നിൽക്കുവായി. 30 വർഷം. ചേച്ചിയുടെ സ്വന്തം വീട് എവിടെയാ? എന്റെ സ്വന്തം അടുത്ത് തന്നെ. കോട്ടയം തന്നെ. കോട്ടയം തന്നെയാ? നേരെ അമ്പലപ്പുഴ. പാറമ്പുഴ. അമ്പലപ്പുഴ. ആ അമ്പലപ്പുഴക്കാരാ. ഇവിടെ ഒന്ന് താമസിക്കുന്നത് അല്ലേ? അമ്മയുടെ വീട് അമ്പലപ്പുഴ. അച്ഛൻ്റെ വീട്. അച്ഛൻ്റെ വീട്. ആ ആ ആ. പെണ്ണുങ്ങൾ എനിക്ക് രണ്ടോളം രണ്ടുപേരുണ്ടോ? അതിന്റെ ഇങ്ങനെ ഉണ്ടോ? സ്ക്രോൾ ചെയ്ത് ഒരു കണ്ടിട്ട് ആണുങ്ങളാണ്. കാണത്തില്ല. പെണ്ണുങ്ങൾ 2 പേരുണ്ടോ? പറയും ചിലവര് കണ്ടോണ്ടോ ഉറങ്ങണത് ഉറക്കം വരുന്നില്ല. ഇത് കണ്ടു കഴിയുമ്പോൾ ഉറക്കം വരുന്നതെന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞൊരു കഥയൊക്കെ ചെയ്യുന്നുണ്ട് ഫോൺ വിളിച്ചൊക്കെ. ഇത് ദൂരെയൊക്കെ ആയിട്ട് ഉറക്കോട്ട് വരാൻ പറ്റുന്നില്ല. ഇത് വിദേശത്തുള്ളവരൊക്കെ നാട്ടിൽ വരുമ്പോൾ വരാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇടയ്ക്ക് വല്ലതും വരാറുണ്ടോ? വരാറുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ കൊണ്ടുപോയി. മുണ്ടക്കയത്ത് അതിവിടെ അവരുടെ ആങ്ങളയുടെ വീടുണ്ട്, പെങ്ങന്മാരാ. അവരപ്പം വന്ന് അവിടെ ആണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ വരുമെന്ന് പറഞ്ഞായിരുന്നു ഒരു ദിവസം. എനിക്ക് പിന്നെ എനിക്കൊരു സംശയമില്ല. ഇങ്ങനെ പിടിക്കാതെ വന്നു കഴിയുമ്പോൾ ചിലവർക്ക് അതെ നമ്മളെന്നാ വെച്ചാൽ ഇവിടെ ഞങ്ങൾ ആരെങ്കിലും ഇല്ലാതെ വന്നെങ്കിലും ആളില്ലാതെ വന്നെങ്കിൽ നിങ്ങളുള്ള വിഷയമാണ്. അല്ല വേറെ ആളെന്ന് അങ്ങോട്ട് ചിലപ്പോൾ പുറത്തോട്ടൊക്കെ മാറിപ്പോഴേ ഒരാളൊക്കെ ചിലപ്പോൾ കാണുള്ളൂ. വിളിക്കാതെ വരുമ്പോഴത്തേക്കിനും ഒരു ഉണ്ടാവുമോ അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇതല്ലേ? അതല്ല അത് വരാം. അങ്ങനെയില്ല. ചാച്ചൻ എന്ത് ചെയ്യും? ചാച്ചൻ എവിടെ? ചാച്ചൻ എന്ത് ചെയ്യും ഇവിടുത്തെ? ആരാ? ചാച്ചൻ എന്ന് പറയത്തില്ലേ? അച്ഛൻ. ചാച്ചൻ എന്ത് ചെയ്യുന്നു ഇവിടുത്തെ? പ്രാർത്ഥനയോ? ചാച്ചൻ വാസന? ചാച്ചൻ ചാച്ചൻ ചേട്ടൻ ഒന്ന് പറഞ്ഞു. ചാച്ചൻ. വാസന? ആ അച്ഛനെന്ത് ഇവിടെ കാണും. ഇവിടെ കാണും. അതല്ലേ 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 അവിടെ അതൊന്നും അല്ല. അത് വല്യപ്പൻ്റെ ആയിരിക്കും ചാച്ചൻ ഉദ്ദേശിക്കുന്നത്. അച്ഛൻ വീട്ടിലായിരിക്കും. ഇപ്പം വീട്ടില. അവതക്കൊച്ചിന്റെ കാര്യം അമ്മേ ചോദിച്ചേ. കുട്ടി അവതക്കൊച്ച് അതിനൊക്കെ ചാച്ചെന്ന് പറയാം. ആണോ? ആ അപ്പോൾ ഞാൻ ഈ വഴി ആദ്യം വരുവാ. ആണോ? ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഈ വഴി. ആ ഇതിങ്ങനെ ഉൾറോഡാകണ്ടേ? അവര് വീട്ടിലുണ്ടാക്കും. നമുക്ക് അങ്ങോട്ട് വന്നിട്ട് അവര് വീട്ടിലുണ്ടാക്കും. അങ്ങോട്ടേക്ക് പോകുന്നതോടൊപ്പം മറ്റേ ഇതിനെ പോകുന്നു. നിങ്ങൾ കണക്കാരിന്ന് കയറില്ല വന്നേ? അത് തന്നെ എളുപ്പം. അതല്ലേ? ചേട്ടാ എനിക്കൊരു അപേക്ഷ ഇച്ചിരി വണ്ണമുണ്ട്. മണ്ണോണ്ടെന്നേ ഉള്ളൂ അല്ലേ? എനിക്ക് വണ്ണമുണ്ടല്ലേ? വീടിക്ക് വണ്ണം. വണ്ണമുണ്ട്. ഡോക്ടറുടെ വീട്ടിൽ ആ ഞാൻ ഒരു ദിവസം അയച്ചു കൊടുത്തു.
പണിയാണ്. ഒത്തിരി ചെടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് പ്രായം ചെന്ന ഒരു അച്ഛനും ഉണ്ട്. അച്ഛൻ നോക്കുന്നുണ്ട. എന്നാലും ഞാനിത് അയച്ചു കൊടുക്കണം. ഞാൻ തന്നെ ഇരിക്കുന്നു. എവിടെ നമ്മുടെ വീട്ടിലാരാ? നമ്മുടെ വീട്ടില്ല, നമ്മളൊക്കെ അല്ലേ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ? നമ്മളൊക്കെ പലരും ആദ്യമൊക്കെ അവസരത്തിൽ പോന്നപ്പോ ആരാ അവിടെ ഉള്ളത്? ഞാനിങ്ങനെ നമ്മളെങ്ങും പോകുന്നില്ലല്ലോ, എന്താ പറയാ എളിമയില്ലാതെ നമ്മളെങ്ങും പോയില്ലല്ലോ, നമ്മളെങ്ങോട്ട് പോകുന്നില്ല, നമ്മളെ വീട്ടിൽ തന്നെയാ. അമ്മയോട് ഇവിടെ വന്ന് ഇവിടെ കെട്ടിയവനോടും എല്ലാം മക്കളോടും ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. നമുക്ക് ഓരോ രീതിയില്ലേ, ചിലരിങ്ങനെ പതിഞ്ഞ് പറയുന്ന ആൾക്കാർ പപ്പായും പോയില്ലേ? നമ്മുടെ വീട് ഇത് തന്നെയാ അമ്മേ, വേറെ വീടില്ല നമുക്ക്. നമ്മുടെ വീട് ഇത് തന്നെയാ, ഇത് തന്നെയാന്ന്. ഇതെന്താ കിട്ടി? ആ എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവസാനം കുറ്റം കേൾക്കേണ്ട വരുവാണല്ലോ, വലിയ നാട്ടുകാരുടെ ഒക്കെ കുറ്റം കേൾക്കണം ആയിരിക്കുന്നത് കേൾക്കേണ്ട വരുമെന്നൊക്കെ ഞാൻ ജോമോനോട് ഇന്ന് പറയുന്നത്. ഇവിടെ ഈ വാതിൽ ഇറങ്ങി ഇടയ്ക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രദ്ധിക്കാൻ വല്ലപ്പോഴും ഒരു വരവ് പോയി ചെയ്തോണ്ട് വീട് കിട്ടാൻ പറ്റാത്തിപ്പോ. ആ വീട് തരികയല്ലേ? ആ അതൊക്കെ അവര് സ്ഥലം ചേട്ടൻ വന്ന് മണി പശുവില്ലേ ഇപ്പൊ? പശുണ്ട് പശുണ്ട്. പശു എന്തേ? നമുക്ക് അമ്മ എന്ത് പറഞ്ഞാന്നറിയാം, മൂരിയാണ്. നമ്മൾ വീടിൻ്റെ കാര്യം പറയുക. ഇവിടെ ഇത് വീട് നമ്മുടെ വീടല്ല, നമ്മൾ വല്ലപ്പോഴും വന്ന് താമസിക്കുന്ന പറഞ്ഞ് ഇവിടെ തരുമോ എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. എനിക്ക് വയസ്സ് കറക്റ്റ് ഇവർക്കൊന്നും അറിയത്തില്ല. ആ ഒരു 82 വയസ്സായപ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടായത്. അപ്പൊ 6 വർഷം 88 വയസ്സ് കണക്കൂട്ടി മരുന്നൊക്കെ അന്നിപ്പോ ഒരു മനുഷ്യന് പിന്നെ ഏതാ ഡോക്ടർ തന്നെ ഇവിടെ വരെ സോഡിയം എന്ന് നോക്കണമായിരുന്നു. ആഴ്ച 2 ആഴ്ച ഒരു ഡോക്ടർ ഒരു ലാബിലേക്ക് വിദ്യാർത്ഥിയോട് ഒരു വേണം പറയും, ഈ ഇത് എണീറ്റത് ഭയങ്കര എഴുന്നേൽപ്പ് തന്നെയാണ്. മരുന്നൊന്നും പിന്നെ 6 മണിക്കൂർ ഇടവിട്ട് 4 മണിക്കൂർ ഇടവിട്ടൊക്കെ മരുന്ന് കൊടുക്കാം. മരുന്നൊക്കെ പൊടിച്ച് വേണം സമയത്തിന് കൊടുക്കുക. അതൊക്കെ ഞങ്ങൾക്ക് തുപ്പി തരുമായിരുന്നു. അതൊക്കെ പത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതൊക്കെ. പിന്നെ എണീറ്റ് കഴിഞ്ഞിട്ടോ നമുക്ക് കുഞ്ഞു പിള്ളേർ പിച്ച വെക്കുന്ന പോലെയാണ്. എന്നിട്ട് ആ കക്കൂസാന്ന് പറഞ്ഞ് ബക്കറ്റിനകത്ത് പോയിരിക്കും. എന്നിട്ട് അവിടുന്ന് മറിഞ്ഞ് വീഴാൻ നമുക്ക് ഒരു സ്ഥലത്തോട്ട് ആ സമയത്ത് മാറാൻ പറ്റില്ല. കിടപ്പാണെങ്കിൽ നമുക്ക് ആ സമയത്തൊക്കെ ചെയ്തിട്ട് അടുക്കളയിലോട്ടൊക്കെ മാറും. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ നമുക്ക് ഒന്നും പറയാം. പിടിച്ച് അവിടെ അമ്മയെ ഞാനും കൂടെ കിടക്കുക. ഞാൻ അവിടെയാണ് അമ്മ വാ കിടക്കാണെന്ന് എന്നോട് പറയിച്ചു. ഞാൻ താമസിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കറക്കി ഇവിടെ വെച്ചാൽ ഏതാ അത് പ്രാർത്ഥിക്കാൻ വെച്ചിരിക്കുന്നല്ലേ? ഇനി കത്തിക്കാനായിട്ട് എടുക്കാം. ആ സാരില്ല സാരില്ല സാരില്ല. പിള്ളേരെവിടെ പോയതാ അമ്മേ? പിള്ളേരെവിടെ പോയതാ? ബിബീനെയൊക്കെ എവിടെ പോയാന്ന്? എവിടെ? ഇവിടെ ഞാൻ പോയപ്പോ ആര് പറയും? അവളിപ്പോൾ അങ്ങ് പോയല്ലേ? ഞാനിങ്ങ് വന്നപ്പോഴേ അവളങ്ങ് പോയേ. വിവാന അവളും കൂടെ എപ്പോഴാങ്ങല്ലേ അങ്ങ് പോയേ? ആ അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ എങ്ങോട്ടൊക്കെ അവർ പോകുന്നു പറഞ്ഞു. ആ രണ്ടുപേരും കൂടെ അല്ലേ പോയേ? രണ്ടുപേരും കൂടെ അല്ലേ നമ്മുടെ മുമ്പിൽ നിന്നല്ലേ പോയേ? ആ ആ അവര് കോതനല്ലൂർക്കും കണ്ട് പോയതാ. കോതനല്ലൂർക്ക് പോയതാ. ആ അവിടെ എന്തോ ആവശ്യമുണ്ട്, അത് മേടിക്കാനൊക്കെ പോയതാ. കോസനല്ലൂര് പഴയ മനുഷ്യർ അങ്ങനെയൊക്കെ പിന്നെ ആ എംപീസ് പിന്നെ ഉള്ള ആ ഞങ്ങളൊക്കെ അവിടെ പോയി കണ്ടിരുന്ന പീറ്റർ ഇവിടെ ഇവിടെ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു ഈ വാർഡില്. ആ സിനിമ പിടിച്ച് മാരുതി പിക്ചേഴ്സ്. ഏത് വീട്ടിലാ പോകണ്ടേ? ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഏത് വീട്ടിലേക്കാ പോണേ? ഈ വീട്ടിലില്ല, ഇതല്ല പൊതുവേ ഞങ്ങളുടെ വീട് വേറെ. ഞാനും വരട്ടെ. അവിടെ ആരുണ്ട്? അവിടെ ആരുണ്ട്? അവിടെ അവിടെ ആരുണ്ട്? അവിടെ മക്കളുണ്ട്. മക്കളും കുടുംബവും പപ്പായി ഞങ്ങൾ വരട്ടെ. ഞാനും വരട്ടെ. അമ്മയൊക്കെ ഉണ്ടോ? പപ്പ ജോമോനും അമ്മ ഞാനുമാ. പപ്പ വന്നില്ലല്ലോ. അപ്പൊ ഏത് പപ്പായെന്ന് ജോമോനാന്ന് മുമ്പേ പറഞ്ഞാൽ ഇവരെ കൊണ്ടുപോകണ്ടോ? ഞങ്ങളൊക്കെ വരാൻ പോകും. ഇവരെ കൊണ്ടുപോകണ്ടോ വീട്ടിൽ? ഇവരെ വീട്ടിൽ കൊണ്ടുപോകണുണ്ടോ?
ഇങ്ങോട്ട് പോകണ്ട. അല്ല ഇവരെ കൊണ്ടുപോകുന്നുണ്ടോ? അമ്മേനെ ഓമന കാണാൻ ചേച്ചിനെ- വന്നവരാണ് ഇവര് രണ്ടുപേര്. ഇവരെ കൊണ്ടുപോകുന്നുണ്ടോ ഇങ്ങോട്ട് വീട്ടിലോട്ട്? ഇതെന്താ ഇതെന്താ കേക്ക് ആഹാരം കഴിക്കാൻ ആ ആഹാരം മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമാ. ഷുഗറൊന്നുമില്ല. ഷുഗറൊന്നുമില്ല. നല്ലതാണോ? മധുരമുണ്ടോ? മധുരമുണ്ടോ? വേറെ കേക്ക് ഉണ്ട് കേട്ടോ. മധുരമൊക്കെ ഉണ്ട്. കൊന്ത എന്തിയെ കൊന്ത? എന്തെല്ലാം കഴിച്ചാലുണ്ട്. വെളുത്തലിട്ടിരിക്കുവാ. ജോമോൾ എന്നാ കൊണ്ടുവന്നേ? ഗോവാക്ക് പോയിട്ടുള്ളൂ. ജോമോൾ എന്നെ കൊണ്ടുവന്നോ? കൊന്ത കൊണ്ടുവന്നോ? കൊന്ത പോണം. അവർക്ക് തിന്നാലോ തിന്നാമല്ലോ. ആ പള്ളിയൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് പല്ലില്ലല്ലോ. താമസമില്ല. പല്ലില്ല. പഴമൊക്കെ എപ്പോഴും തിന്നാൻ വല്ല പറ്റുമോ? അതിനാ ഇതൊക്കെ ഒരാഴ്ചയിൽ വന്ന് ഒരു കൂട്ടുപോയി. കുഴപ്പമില്ല. ആണോ? ഒരു വേള തിന്നത്തുള്ളൂ. അങ്ങനെയാ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനമല്ല അത്. ഒരു കാര്യമല്ല. കുളിച്ചോ? ഇന്ന് കുളിച്ചോ? കുളിച്ചോന്നോ? കുളിച്ചോ? കുളിച്ചോന്നോ? ഇല്ല, അതിനാ ഇത് കുളിച്ചില്ല. ഇന്നലെ കുളിച്ച കുളിക്കാൻ മടിയല്ലേ? ഈ ഓർമ്മക്കുറവുള്ളവർക്ക് അങ്ങനെ മടിയാ. ആ അത് പറയുന്നുണ്ട് കമ്മന് അമ്മേനെ എന്നും കുളിപ്പിക്കണം, വേഷം മാറ്റിക്കണം. പക്ഷെ നമുക്ക് അറിയാവുന്നവർക്കല്ല അറിയത്തുള്ളൂ. എന്നാലും ഞാനിപ്പോ ചൂടായതുകൊണ്ട് ഒന്നേടെ ദിവസങ്ങളിൽ കുളിപ്പിക്കുന്നുണ്ട്. ഞങ്ങള് പൊക്കോട്ടെ. ഞങ്ങള് പൊക്കോട്ടെ. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യും. നിങ്ങളുടെ ഇഷ്ടത്തിലല്ല. അതെ അതെ. അല്ല ഞങ്ങളിവിടെ നിന്നാ കഞ്ഞി തരുമോ വൈകിട്ട്? കഞ്ഞി തരുമോ വൈകിട്ട്? വൈകിട്ട് ഇവിടെ നിന്നാ കഞ്ഞി തരുമോ? കഞ്ഞി കഞ്ഞിയാ? ആ കഞ്ഞി ഉണ്ടാക്കി തരും. കറി എന്നാ കറി? അതെന്നെ ഇങ്ങനെ കാണും. ആണോ? പ്രത്യേകം ഒന്നും പറ്റാൻ പറ്റിയല്ല. ഞങ്ങൾക്ക് ഇവിടെ കറികളൊക്കെ കിട്ടാൻ കഴിയും. അല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഇരുന്നോണ്ടാവും. സ്വന്തം വീട് എവിടെയാ? കോട്ടയത്താ. കോട്ടയത്താണ്. ആ. ഞാൻ എളുപ്പമുണ്ടല്ലോ. എളുപ്പമാണ്. പോക്കും വരവൊക്കെ. മോളെ എന്നെ ഇതിലാ വർക്ക് ചെയ്യുന്നത്? കോട്ടയത്തിന് കുറച്ച് വരും. മനോരമയിലായിരുന്നു. ആ മനോരമ ചാനലിലായിരുന്നു. ആ ചാനലായിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ച കാനഡ യു കെ ആയിരുന്നു. ആ ഇവിടെ വന്ന് ബാംഗ്ലൂർ ആ ആ ബാംഗ്ലൂരായി. ആ അവിടെ ഇപ്പൊ അവിടെ ഒരു കമ്പനി ജോലിക്കാരുണ്ടോ? ഇല്ല. ഇടയ്ക്ക് വരും. എല്ലാവർക്കും വന്നു വല്ലപ്പോഴും ആഴ്ചയിൽ ഒന്നോ രണ്ട് പ്രാവശ്യം വന്നൊക്കെ തൂത്തൊക്കെ വരും. എല്ലാം നല്ല സ്ഥലമൊക്കെ ഉള്ളതായിരുന്നേ. ഒരു മോളേ ഉള്ളൂ. ഒരു കാര്യമല്ലോ. ജോലിക്കാരെയാണോ എത്തിയേക്കാൻ? ഇതാ കെട്ടിയിരിക്കുന്നത്. ജോലിക്കാരിയാണോ കെട്ടിയിരിക്കുന്നത്? ആ വീട്ടിൽ നല്ല ജോലിയുണ്ടല്ലോ. മക്കളുടെ കാര്യമാണ് ചോദിച്ചത്. മക്കള് ആ ജോലിക്കാരനാ കെട്ടിയിരിക്കുന്നത്. ജോലിക്കാരൻ എഞ്ചിനീയറാ. ആ. പിള്ളേരുണ്ടോ? 2 മക്കള്, ഒരാണും ഒരു പെണ്ണും. വീട്ടിലാരുമില്ല. ഞങ്ങള് വീട്ടിലാരും ഇല്ല. വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇയാൾ തന്നെ ജോലി. ഈ ആളിന് എനിക്കോ? നീ കണക്കെഴുത്താ. കണക്കെഴുത്ത് അക്കൗണ്ടന്റാ. ഇതെവിടെയാ? കോട്ടയത്താ. കോട്ടയത്താ? ആ. പള്ളിക്കൂട്ട പള്ളിയിലല്ലോ. പള്ളിയല്ല. അതെവിടെയാ? സിനിമയുടെ പരിപാടിയാ. സിനിമയാ. സിനിമ 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 സിനിമാക്കാരാ. സിനിമ. ആ സിനിമ. അമ്മ സിനിമയിൽ എടുക്കട്ടെ? ഇതാ കണ്ടിട്ടുള്ള അല്ല സിനിമയിൽ എടുക്കട്ടെ? അമ്മ സിനിമയിൽ എടുക്കട്ടെ? വേണ്ട. ജോമളെ കൊണ്ടോട്ടെ. ഞങ്ങൾക്ക് ഇവിടെ എല്ലാം സിനിമക്കാരും സിനിമ നേരത്തെ പോലുള്ള ഇപ്പോഴും എല്ലാവർക്കും ഉണ്ട്. ആണോ? ഇതെ സിനിമ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി ഞങ്ങൾക്ക് ഇവിടെ പലതരത്തിലുള്ള. കൊച്ചുമോൻ ഞങ്ങളുടെയോ? എന്റെ ആണോ? ആ. വേറെ ഇടയത് അല്ല മൂത്ത മോടെ മോനെ. മോനാ. മൂത്താണോ? മൂത്ത മോന്. നീ മോള് മകളുടെ മകൻ. മകളുടെ മകനാണ്. മകളുടെ മകൻ. മകനെ ആ മോള് അല്ലേ? ഭയങ്കര വില്ലത്തിയാ. പെണ്ണുങ്ങളെല്ലായിടത്തും ഇല്ലെത്തി. എനിക്ക് നമുക്ക് പോകാം. വീട്ടിലാരുമില്ല. ഇവര് ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? ഇവരെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? ഞങ്ങളെ ഇട്ടിട്ട് ഇവരെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? അമ്മയെ കാണാൻ വന്നപ്പോ ഞങ്ങളെ ഇട്ടിട്ട് പോവാണ്. അവരെന്തെങ്കിലും ഇട്ടിട്ട് പോടാ. അവരിവിടെ കിട്ടും താമസവും. അവരിവിടെ താമസിക്കണോ? താമസവും. ആണോ? നമുക്ക് പോയേക്കാം. അപ്പൊ നമ്മളെവിടെ താമസിക്കും? മുറിയില്ലല്ലോ. മുറി അമ്മയ്ക്ക് ജോമൊക്കെ മുറി. നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അതിന് അവരുടെ ഇഷ്ടമല്ലേ. അതിന് നമ്മുടെ ഇഷ്ടത്തിന് അവർ പോരും കൊണ്ടുപോകാൻ പോലെ.
അവർ പോരുമെങ്കിൽ കൊണ്ടുപോകാൻ മേലേ? ഓരോടെ കൊണ്ടുപോകാം. ആ ആ പോരാ പോരാ. അയ്യോ ചിരിച്ച് കാണിക്കുന്നു. ചക്കയൊക്കെ പുഴുങ്ങി തിന്നോ? ചക്ക പുഴുങ്ങി തിന്നോ? ചക്ക ചക്കയെ ആ? ചക്കയൊന്നും ഇല്ല ഇപ്പൊ. എന്റെ ദൈവമേ, ഞാനിവിടെ കണ്ടതാ ചക്ക വരുന്നത്. അയ്യോ ആൾക്ക് കാര്യമായിട്ടില്ല. ഇതാണോ? ആ അത് ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ളതാ. ചക്ക ചെടിക്ക് കായ്ക്കൊന്നും ചുമ്മാ പിന്നെ? പറയല്ലേ, ഞാൻ കണ്ട ഇന്ന് ഒരുക്കി ഞങ്ങളിപ്പോ ഒരുക്കി എണീറ്റതേ ഉള്ളൂ. അല്ല ഗുരു കൂടെ കിടപ്പടാ, അത് പറക്കിയെടുത്തതാ. ഇന്ന് ഒരുക്കി. ഇഷ്ടമാണോ ചക്ക? ഇഷ്ടമാണോ ചക്കപ്പുഴുക്കൊക്കെ? ഇഷ്ടമാണോ? ചക്കപ്പുഴുക്കൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ സ്ഥിരം കഴിക്കണല്ലേ. ആ ഞങ്ങൾക്ക് ഇല്ല ചക്ക. ഞങ്ങൾക്ക് ചക്ക ഇല്ല. നിങ്ങൾക്കില്ലേ? ഇല്ല. അത് ശരി. ആ ഇത് മേടിക്കുവാണ്. മേടിക്കത്തൊന്നുമില്ല. പിന്നെ ഉണ്ടാകുമ്പോ തിന്നും അല്ലേ? അതെ. വീട്ടിലുണ്ടോ? ഇല്ല, കായ്ച്ചിട്ടുണ്ട്. കായ്ച്ചു വരുന്നേ ഉള്ളു ഇപ്പൊ. കായ്ച്ചില്ലേ? കായ്ച്ചു വരുന്നേ ഉള്ളു. ആ ഞാൻ പിന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് സാരമില്ല. അത് നിങ്ങളെ കുറച്ചും ചക്ക കഴിയുമ്പോൾ തിന്നതാണോ വിഷു വരും. നമ്മള് ഒഴിച്ചു വെച്ചുണ്ടായതല്ലേ, കുഴിച്ചു വെച്ചുണ്ടായ പ്ലാവല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അത് ഇനി കായ്ച്ച് വരും. ഇപ്പം ഞങ്ങള് പൊക്കോട്ടെ. ആ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇറങ്ങിക്കോട്ടെ, ഞങ്ങള് പൊക്കോട്ടെ, പോട്ടെ ഞങ്ങള്. വീട്ടോട്ട് പോവാ. ഇഷ്ടം പോലെ ആയിരിക്കും. ആ ഇഷ്ടം പോലെ ആയിക്കണേ. ഇവിടെ വരുന്നില്ലേ ഞങ്ങളോടെ അപ്പൊ? വണ്ടിയുണ്ടോ? വണ്ടിയിലാവുന്നേ. എന്നാ വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങള് വന്ന് കൊണ്ടുപോകാം. അയ്യോ, അതൊന്നും പറ്റത്തില്ല. ആ പറ്റും. അത് ഒന്നാമത്തെ സുഖമില്ല. ഒരു സുഖക്കേടും ഇല്ല. അതെ, ശരീരത്തിന് സുഖമില്ല. ഓ സാരമില്ല. നടക്കത്തൊന്നുമില്ല. പിന്നെ ഞാൻ കാണുന്നുണ്ട് ഓടി നടക്കുന്നത്. ഞാൻ പുറത്തോട്ടൊന്നും നോക്കിയില്ല. എങ്ങനെയാ? ഞാറുകുളം പോലെ ഒരു കുളം. രണ്ടന്മാരൊക്കെ ഇല്ലേ? എനിക്കോ? ഇല്ല, ഒരാങ്ങളേ ഉള്ളൂ. അല്ല, ആങ്ങളെയല്ല, ഇവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ടില്ലേ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഉണ്ടല്ലേ? ആ ഞാൻ ചോദിച്ചു ചേട്ടാനിയന്മാരവിടെ. നിങ്ങളെ പോലെ അത്ര പ്രാധാന്യമല്ല കെട്ടിക്കൊണ്ട് വന്ന വീടും ഇതുമായിട്ട്. നിങ്ങള് പിന്നെ കെട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങക്ക് നിങ്ങളുടെ വീടുമായിട്ട് വെച്ചിട്ട് എന്താ അല്ലേ? അങ്ങനെയല്ലേ? ഇല്ലല്ലോ. എത്ര പെണ്ണുങ്ങളുണ്ടായിരുന്നു? ഞാനോ? ആ? ഞാൻ ഒരു പെണ്ണ്, ആണോ? എനിക്ക് ഒരു ആങ്ങള, ആ, ഒരനിയൻ. അത്രേ ഉള്ളോ? അതിവിടെ ഇല്ല, നാട്ടിലില്ല, വെളിയില. ആണോ? ആഹാ. ആങ്ങളാക്ക് ഒരു മോള്. ആ, അതും പോയിരിക്കാണോ? അവള് ഡോക്ടറാ. ആണോ? ആ ഇതിപ്പോ ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ അത് ശരി, അങ്ങനെയല്ലേ? ആ എല്ലാവരും ജോലിക്കാരാ. ആ. അമ്മയും ചാച്ചനും അമ്മയും അച്ഛനും ഒക്കെ മരിച്ചുപോയി. ഇവിടുത്തെയോ? രണ്ടിടത്തേം പോയി. ഏ? പിള്ളേരുടെയും പോയി, എന്റെയും മരിച്ചുപോയി. ആണോ? അച്ഛനും അമ്മയും ആരും ഇല്ലല്ലോ. ആരുമില്ല. ഓഹോ. അവരുടെ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് പോവുകയും വരികയും ചെയ്യാം. കാരണന്മാരുള്ളപ്പം അങ്ങനെ പോയിട്ട് വരാൻ പറ്റാൻ നല്ല വിഷമ. അമ്മയെ നല്ലതായിട്ട് നോക്കുന്ന ഒരു മകനും മകളും ഇല്ല ഇവിടെ. മകൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മകനുണ്ട്, മകൻ പോകുമ്പോൾ മകളും ഉണ്ട്. ഇതിനെന്നാ കുഴപ്പം? അല്ല, അവർ രണ്ടുപേരും കൂടെ മറ്റു കാര്യമല്ല. കാണുകയല്ലേ പിന്നെ. ഒരാൾ ജോലിക്ക് പോകുമ്പോൾ ഒരാൾ വേറെ പോകും. ഇവിടെ പോകും. ഇങ്ങനെയാ എല്ലാവരും ഉണ്ട്. അറിയാവോ? ഇവരൊക്കെ ഇവിടെ കണ്ടെന്ന് പറഞ്ഞാൽ അവരെ കാര്യമല്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഒന്ന് വരുമെന്ന് പറഞ്ഞു. ശരിയാ, ഇവിടെ വ്യക്തമല്ല. ഉള്ളതാ പോവാന്ന് പറയുന്നതേ. വന്നേച്ച് എല്ലാരും കണ്ടിന്യൂ പോയേക്കാന്നാ പറയണത്. എന്നാ പോണേ? ഇപ്പൊ പോകും ഞങ്ങള്. ഏ? ഇപ്പൊ പോകും. പോവോ? ഇന്നിവിടെ നിന്നോട്ടെ, ഇന്നിവിടെ കിടന്നോട്ടെ. വണ്ടിയെ പോവണ്ടേ? അമ്മ നോക്കിയ കാറ് കിടക്കുന്നുണ്ടോ? ഒരു ചുമന്ന കാറ് അവിടെ കിടപ്പില്ലേ? അതിങ്ങോട്ട് വേണം. ആ അതൊക്കെ പോയാൽ മതി. മതി. ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ടുണ്ട്, വണ്ടി ഓടിക്കണ്ടേ? ഈ വണ്ടി ഓടിച്ചാൽ പോരെ. എന്നാലും ബഹളമില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി എടുക്കണം. ഡ്രൈവിംഗ് പിന്നെ ഒരു ഹരവാണ്. ബാംഗ്ലൂർ വരെയൊക്കെ വീട് എവിടെയാ? വീട് ഇവിടെ കോട്ടയം. ആ, കോട്ടയത്താണ്. ഇത് എല്ലാം അടുത്താണോ? പിന്നെ ഇവിടെ എടുത്താ നല്ല സൗകര്യമാണ് കോട്ടയമൊക്കെ ആണ്. വലിയ എളുപ്പവും പോക്കും വരവും. ഇത് സാബുവിനെ ലീലാമ്മയൊക്കെ തിരക്കിയെന്ന് പറയണേ. ആ, അത് പറയാം. അവരുണ്ടോ അവിടെ? അവരുണ്ടോ ഇവിടെ? ഒരുപാട് ഇല്ല, അവരൊക്കെ ജോലിക്ക് പോയിരിക്കാം.
ആരെ കിട്ടാൻ പറ്റുക അവരെ നിങ്ങളുമായിട്ട് വീട്ടിലിരിക്കാം. വന്നപ്പോഴേ ആരാ ഈ വിഹീന ഉച്ച എവിടെ പോയാട്ടി വീട്ടിൽ പോയതാണോ? കടയിൽ പോയതാണ് കട അതിന്റെ അവനെന്ത് വേറെ വഴി ഇട്ട് കാണും. നിങ്ങൾ പഠിക്കാൻ പോയതാണോ? നാണോ പുള്ളിക്ക് എപ്പോഴും അപ്പൊ വശത്തൂടെ പോയോ എൻ്റെ മകളാ. ഇതോ ഉം. ആരുടെ മോളോ ഏ? ആരുടെ മോളോ എൻ്റെ മകൾ. മോളുടെ പേരെന്താ? ഇത്ര കൊച്ചു കൊച്ചോ മോളുടെ പേരെന്താ? നമ്മുടെ പേരെന്നാ അവളുടെ പേര് ലിസീന്ന്. ലിസിമോളെന്നാ വിളിക്കണം. സിമോളല്ല, എലിസീന്ന് വിവീനയല്ലേ ഇത് എലിസീന്നും വിളിക്കും. ആ മോളാണോ ഇത് എൽസി അല്ലമ്മ അത്. ഇതോ നേരെ നോക്കിക്കേ വിവീനോ ഏ? വിവീനയാ അത് അവളാന്നേ. ആര് പേര് മാറിപ്പോയി ആള് ഉദ്ദേശിച്ചത് തന്നെയാ. അതന്നെ. അവളാ വിവീന. ഉം. ഇവാനെ ഇങ്ങോട്ട് വാ. വിവാൻ എന്തിയാ വിവാൻ എൻ്റെ അമ്മ ഇവാന്. മോളെ വലിയ ഇഷ്ടമാണ്. ഇവാനല്ലേ ഇത്? എല്ലാ ആൾക്കാരും കഴിച്ചു മുണ്ടിന്റെ മടിക്കാത്ത എടുത്ത് വെക്കുമ്പോ കുഞ്ഞും കൊടുക്കാൻ ഒന്നും കഴിക്കുക എല്ലാ ആൾക്കാരും നോക്കാൻ നീ അവിടെ പോയതാണോ? ഇവിടെ ഇല്ല ഞാൻ. കടയിൽ പോയതാ കടയിൽ പോയി ഇറങ്ങാഞ്ഞിട്ടാ ഇവരെ പരിചയപ്പെടുത്തിയാ? പശുവിട്ട് ഫോട്ടോ എടുക്കും മോനെ വെച്ച് കൊടുക്ക്. ആ, അപ്പം നീ എന്നെ കാണും. നീ എന്നെ കാണും. വരാം ഞങ്ങളിവിടെ അടുത്തല്ലേ ഏ? ഞങ്ങളിവിടെ കോട്ടയമല്ലേ കോട്ടയം ആ. വരാം കേട്ടോ അതിന് എളുപ്പമുണ്ട്. അതേ പട്ടിക്കൂലിയും വരും. കാറിനല്ലേ വരുന്നേ? ഏ? കാറിനാ വരുന്നത്, വണ്ടിക്കൂലി വേണ്ട. ഞങ്ങളിവിടെ മള്ളിയൂരൊക്കെ ആ വരുന്നല്ലേ? ഉണ്ടെങ്കിൽ മതി. ഞാൻ പോന്നാ മതി. ഇത് കാണുന്നുണ്ട് അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് പശുവിനെ നോക്കാം ഇവാനെ പശുവിനെ കൊണ്ട് കാണാം. ചേട്ടാ അതാ. ഇത് കാണാൻ പറ്റും. ഞാനോട് നിൽക്കാന്ന് പറഞ്ഞല്ലേ അല്ലാതെ അമ്മച്ചി ഇനി എന്ത് കാണാൻ പറ്റും? ഇടയ്ക്ക് വരാം ഇടയ്ക്ക് വരാം കേട്ടോ വരുമ്പോ എന്നാ തരുന്നേ നമ്മുടെ വണ്ടിയാണോ കിടക്കണം? തരുന്നോ മോനെ എവിടെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്? വരാം, വരാം. അടുത്തെടുത്തി. ഇവിടെ ഇങ്ങോട്ട് വരാം, പോകാൻ വരാം. ഇതിനെ കൂടുതൽ എടുത്തേ. ഞാൻ വന്നേ അതൊക്കെ ആയില്ല. അത് അടുത്ത മാസമേ ഉള്ളൂ. ഇല്ല, സാരി. ടാറ്റ കൊടുത്തായിരുന്നു. ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഉണ്ടാക്കിയിങ്ങനെ. അമ്മ സ്തുതി പറയണല്ലോ. നമ്മളൊക്കെ സ്തുതിയല്ലേ. അറിയാം എനിക്ക് അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.